എല്ലാവർക്കും മല്ലു ഡീറ്റൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസിലെ വഴക്കുകൾ പലതും അവിടെ തന്നെ അവസാനിക്കാറാണ് പതിവ്. എന്നാൽ സീസൺ 6 അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ജാസ്മിനും സിബിനുമായുള്ള വിഷയം ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷവും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിന്നു. ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഋഷിയുടെയും ജാസ്മിൻ്റെയും വഴക്കിലേക്ക് വരികയാണെങ്കിൽ അതൊക്കെ ബിഗ് ബോസിൽ തന്നെ അവസാനിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ഋഷിയുടെ കല്യാണത്തിലും അതുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളിലുമെല്ലാം സജീവമായി ജാസ്മിനും ഗബ്രിയും പങ്കെടുക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോയും ജാസ്മിന് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു. ജാസ്മിന്റെ വീഡിയോയ്ക്ക് താഴെ പലതരത്തിലുള്ള കമന്റുകളും ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട്. ബിഗ് ബോസിലെ വഴക്കുകളൊക്കെ ഇത്രയേ ഉള്ളൂ, എല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ച് വീണ്ടും ഒന്നായവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നാണ് പലരും കുറിച്ചത്. അതേസമയം തന്നെ ചിലർ പഴയ വഴക്കിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ഋഷി പ്രധാനമായും വഴക്കുവെച്ചത് ജാസ്മിനും ഗബ്രിയുമായിട്ടായിരുന്നു. ഋഷി ഗബ്രിയെ വാഴ എന്ന് വിളിച്ച ആ സീനൊക്കെ ഇന്നും പ്രേക്ഷകർ മറന്നിട്ടില്ല. ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഒട്ടും സഹകരിക്കാൻ തനിക്ക് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ജാസ്മിൻ എന്നാണ് ഷി അന്ന് പറഞ്ഞത്. അന്ന് വെറുതെ ഷിയെ പിരികേറ്റിയത് അൻസിബ ആയിരുന്നു എന്നാണ് മറ്റു ചില പ്രേക്ഷകരുടെ അഭിപ്രായം. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഔട്ട്ഫിറ്റിനും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. വസ്ത്രത്തെക്കുറിച്ച് ജാസ്മിന് തന്നെ വ്ലോഗിൽ പറയുന്നുണ്ട്. നേരത്തെ യെല്ലോ കളറിലുള്ള വസ്ത്രമായിരുന്നു തയ്യാറാക്കാൻ പറഞ്ഞതെങ്കിലും തലേ ദിവസമാണ് ഷി വിളിച്ച് വൈറ്റ് ആണ് ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് ഈ ഡ്രസ് തയ്യാറാക്കിയത്. എങ്കിലും എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടുവെന്നും ജാസ്മിൻ പറഞ്ഞു. ബിഗ് ബോസിലെ ആദ്യ ദിനങ്ങളിൽ ഞങ്ങൾക്ക് ഇടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഷിയെക്കുറിച്ച് എൻഗേജ്മെന്റ് വേദിയിൽ വെച്ച് ഗബ്രി പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും വീട്ടിലെ തന്നെ ഏറ്റവും ജെനുവിനായിട്ട് തോന്നിയ ഒരാളാണ് ഷി. പുറത്തിറങ്ങിയപ്പോഴും ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നുവെന്നും ഗബ്രി പറഞ്ഞു. എന്തായാലും പുതു ജോഡികൾക്കായി നമുക്ക് ആശംസകൾ നേരാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.